6,40,00,000 രൂപ മുടക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ പ്രധാന പ്രവേശന കവാടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും പൂർത്തിയാകുമ്പോൾ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കുഹാസിന്റെ അക്രഡിറ്റേഷനിൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് A+ നേടിയത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതിന് ടീം കോട്ടയം മെഡിക്കൽ കോളേജിന് ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് വഴി അനുവദിച്ച നവീന ഉപകരണങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട ശവസംസ്കാര യൂണിറ്റ് ഒരു ക്രിമിറ്റോറിയം ഉണ്ടാവണമെന്ന ആവശ്യം മുന്നോട്ട് വന്നു. ആർപ്പുകര പഞ്ചായത്ത് അത് മുന്നോട്ട് വെച്ചിരുന്നു. ഏതായിരുന്നാലും അതിന് 1.5 കോടി രൂപ ഞാൻ MLA ഫണ്ടിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ സാങ്ഷന് വേണ്ടി ഫിനാൻസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് മുടക്കി ഈ കോമ്പൗണ്ടിൽ അത്തരം ഒരു വലിയ രൂപത്തിലുള്ള ശവസംസ്കാര സങ്കേതം കൂടി ഉണ്ടാവുമെന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ചടങ്ങിൽ അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ B. സാമുവൽ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ദീപ ജോസ് അമ്പലക്കുളം, മറ്റു ജനപ്രതിനിധികൾ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയകുമാർ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. ശ്രീലേഖ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 6,40,00,000 രൂപ മുതൽ മുടക്കിൽ പൂർത്തീകരിച്ച 10 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ചടങ്ങിൽ നടന്നത്. ഒപ്പം ജോൺ ബ്രിട്ടാസ് MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 99.18 ലക്ഷം രൂപ അനുവദിച്ചാണ് നവീന ഉപകരണങ്ങൾ ലഭ്യമാക്കിയത്. കൊൽക്കത്തയിലും ജാർഖണ്ഡിലും വനിതാ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വനിതാ കമ്മിറ്റി സുരക്ഷാ നടത്തം സംഘടിപ്പിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച രാത്രികാല സുരക്ഷാ നടത്തം H. സലാം MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ വലിയൊരു അറ്റൻഷൻ ഉണ്ടാവേണ്ട ഒരു അന്തരീക്ഷം സമീപ സമയത്ത് കൽക്കട്ടയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരികയും അത് ഏറ്റവും ശക്തമായ ഒരു പ്രശ്നമായി ആ സംസ്ഥാനത്ത് ഉയർന്നു വരികയും ചെയ്തു. സ്ത്രീകളുടെ സുരക്ഷ എന്നുള്ളത് സ്വാതന്ത്ര്യം നേടി ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും ഒരു പൂർണ്ണതയോടെ നമുക്കൊരു ഗ്യാരണ്ടിയാക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം ഒരു സാമൂഹ്യമായ പ്രശ്നമായി തന്നെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അതാണ് ഏറ്റവും അവസാനം ഉണ്ടായി ഈ സംഭവം തെളിയിക്കുന്നത്. 2ാം വർഷ PG വിദ്യാർത്ഥിയായ ഡോക്ടർ ആ ഡോക്ടർക്കുണ്ടായൊരു ദാരുണമായ അന്ത്യം. അതിന് ഒരു പ്രതിയെ ചൂണ്ടിക്കാണിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ബന്ധുക്കൾ തന്നെ പിന്നീട് പരാതിയായിട്ട് പറഞ്ഞ കാര്യം കൂട്ട മാനഭംഗത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നാണ്. അത്തരമൊരു പ്രൊഫഷണൽ ക്യാമ്പസിലെ PG വിദ്യാർത്ഥിയായ ഡോക്ടറെ പരഞ്ഞപ്പോൾ ഉണ്ടായി എന്നുള്ളത് നമ്മുടെ എല്ലാം മനസ്സ് ഒന്ന് വിറങ്ങലിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദന്തൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് 3 ഗ്രൂപ്പുകളായാണ് നടത്തം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനത്തിൽ KGOA ജില്ലാ പ്രസിഡന്റ് J. പ്രശാന്ത് ബാബു അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ CG സോമരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു, ജില്ലാ വൈസ് പ്രസിഡന്റ് KS രാജേഷ്, ജോയിന്റ് സെക്രട്ടറി ദേവരാജ് P. കർത്ത, ട്രഷറർ റനി സെബാസ്റ്റ്യൻ, ജില്ലാ വനിതാ കൺവീനർ ഡോക്ടർ സജിത ദാസ്, ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കുക, തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് കുട്ടനാട് നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. നീലമ്പേരൂർ ചക്കഞ്ചമ്പാക്കിയിൽ നോർത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പരിപാടി KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് A. ത്രിവിക്രമൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം കലക്കിയത് CPM-ഉം BJP-യും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി ആവശ്യപ്പെട്ടു. കേരള പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ചതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു. നമുക്കറിയാം,
പിണറായി വിജയൻ എന്തുകൊണ്ട് RSSന് വിധേയനായി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതി 38 തവണ മാറ്റിവെച്ചു. അത് നരേന്ദ്രമോദിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ മാസവും അദ്ദേഹം നരേന്ദ്രമോദി വഹിക്കുന്ന കേസിന്റെ മുമ്പേ ദിവസം നാളെയാണ് എന്റെ കേസ് മാറ്റിവെക്കണം. അന്ന് CBI വക്കീല് അസുഖമായിട്ട് കിടപ്പിലാവും, ഒറ്റ ദിവസത്തേക്ക് കിടപ്പില്ല. ഇത് കുറെ കാലമായിട്ട് നടക്കണം. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ 38 തവണ മാറ്റിവെച്ച ഒരു കേസ്, തുടർച്ചയായി മാറ്റിവെച്ച കേസ് ഉണ്ടായിട്ടില്ല. ആ കേസ് എന്ന് പറയുന്നത് ഗിന്നസ് റെക്കോർഡാണ്. ഒരു കേസ് ഒരു കോടതിയിൽ 38 തവണ മാറ്റിവെക്കാം തുടർച്ചയായിട്ട്, ഗ്യാപ്പേ വന്നിട്ടില്ല. അപ്പം ഈ ബന്ധം കേരളത്തിൽ തുടരുകയാണ്. നമ്മൾ ഇലക്ഷൻ സമയത്ത് പ്രസംഗിച്ചത് 2 സീറ്റിൽ കേരളത്തിൽ BJPയും CPM തമ്മിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അത് തൃശ്ശൂരും തിരുവനന്തപുരമായിരുന്നു. തിരുവനന്തപുരത്ത് പണി നടന്നില്ല. CPI-കാരുടെ 2 സീറ്റുകളാണ് മുന്നോട്ട് കൊടുത്തത്. തൃശ്ശൂരിൽ സംഭവം നടന്നു, അവിടെ പൂരം കൽക്കി കൊടുത്തു. പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറിമാരായ K ഗോപകുമാർ, PT സ്കറിയ, പ്രമോദ് ചന്ദ്രൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു, UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സിബി മൂലങ്കുന്നം, മണ്ഡലം പ്രസിഡന്റ് M വിശ്വനാഥപിള്ള, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോഫിൻ ജേക്കബ്, D ലോനപ്പൻ, G സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടത്തുവയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ടിജിൻ ജോസഫ്, ജനറൽ സെക്രട്ടറി JT റാംസെ, VK സേവ്യർ, വർഗീസ് 45-ൽ, ആന്റണി കണ്ണംകുളം, വർഗീസ് കോലത്തുപറമ്പിൽ, ബ്ലസ്റ്റൺ തോമസ്, മറിയാമ്മ ജോർജ്, വിജയ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാടശേഖരങ്ങളുടെ പുറംബണ്ട് ബലപ്പെടുത്തി നെൽ കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. ബണ്ടുകൾ തകർന്ന് മടവീഴ്ചയും കൃഷിനാശവും സംഭവിക്കുന്നത് കുട്ടനാട്ടിൽ വ്യാപകമാവുകയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പാടശേഖരങ്ങളുടെ പുറംബണ്ടുകൾ ബലപ്പെടുത്താത്തതും ബണ്ടുകളുടെ ഉയരക്കുറവും അനുയോജ്യമായ സമയത്ത് കൃഷി ഇറക്കാൻ സാധിക്കാത്ത പ്രതിസന്ധിയാണ് കുട്ടനാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കാർഷിക കലണ്ടറിനനുസരിച്ച് കൃഷി ചെയ്യണം എന്ന നിബന്ധനയൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ വെള്ളത്തിൽ ഒലിച്ചുപോകും എന്നേ പറയാൻ കഴിയൂ. ബണ്ടുകൾക്ക് മീതെ റിംഗ് ബണ്ടുകൾ നിർമ്മിച്ച് ഉയരം കൂട്ടുന്ന പ്രക്രിയ പോലും പലപ്പോഴും നടക്കാതെ വരികയാണ്. ഇതിനാവശ്യമായ സാമ്പത്തിക സഹായമൊന്നും കർഷകർക്ക് കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാടശേഖരങ്ങളുടെ പുറംബണ്ടുകളെല്ലാം കല്ലുകെട്ടി നിർമ്മിക്കണമെന്നാണ് ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതൊക്കെ നാമമാത്രമായ രീതിയിൽ മാത്രമേ നടന്നിട്ടുള്ളെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പുറംബണ്ട് ശക്തമല്ലാത്തതിനാൽ മടവീഴ്ചയും കൃഷിനാശവും സംഭവിക്കും എന്നതുകൊണ്ട് പല കർഷകരും കൃഷി ചെയ്യാൻ മടിക്കുകയാണെന്ന് രാമഗിരി വേഴപ്രായിലുള്ള യുവ കർഷകൻ ജോസി ഡൊമിനിക് KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. പാടശേഖരങ്ങളിലെ പുറംബണ്ടുകളുടെ ഉയരക്കുറവും ഇവ സംരക്ഷിക്കാത്തതും മൂലം പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി പോലും കാർഷിക കലണ്ടർ അനുസരിച്ച് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പാടശേഖരങ്ങൾക്ക് പുറംബണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രം 54,000 ഹെക്ടർ പാടശേഖരം ഉണ്ടെന്നിരിക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പുഞ്ചകൃഷി ചെയ്തത് 28,720 ഹെക്ടർ പാടശേഖരങ്ങളിൽ മാത്രമാണ്. ഈ അവസ്ഥ എങ്ങനെയുണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് പാടശേഖരങ്ങൾ പുഞ്ചകൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യാതൊന്നും ചെയ്യാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കർഷകരുടെ പേരും പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ സർക്കാർ കർഷകർക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർഷകരെ സഹായിക്കുമെന്നും സംരക്ഷിക്കുമെന്നും കൂടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ കർഷകർക്ക് അനുകൂലമായ യാതൊരു നടപടിയും സ്വീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും ജോസി ഡൊമിനിക് കുറ്റപ്പെടുത്തി. കുട്ടനാട് പാക്കേജിനായി 1840 കോടി രൂപയായിരുന്നു കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത്. പാടശേഖരങ്ങളുടെ പുറംബണ്ടുകൾ കല്ലുകെട്ടി ബലപ്പെടുത്തുക എന്നത് ഇതിൽ പ്രധാന ഒരു നിർദ്ദേശവുമായിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് മാറി മാറി വന്ന സർക്കാരുകൾ കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കാൻ ആവശ്യമായ ആർജവം കാണിക്കാതെ വന്നതാണ് കുട്ടനാട്ടിലെ നെൽ കർഷകർക്ക് ഏറെ തിരിച്ചടിയായത്. മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ പുരപ്പുറ സോളാർ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT വിനോദ് കുമാർ അധ്യക്ഷനായി. IRTC മാർക്കറ്റിംഗ് പ്രൊജക്ട് മാനേജർ സുഭാഷ് പദ്ധതി വിശദീകരണം നടത്തി.
IRTC എന്ന് പറയുന്നത് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ്. ഏകദേശം 35 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ മാലിന്യ പരിപാലനം, ഇതിൻ്റെ നമ്മുടെ പരിസ്ഥിതി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനത്തിൻ്റെ കൂടി ഇതായിട്ട് ഫണ്ടിങ്ങോട് കൂടിയാണ് നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഏകദേശം 400ഓളം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക്, പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കുമായി 400-ലധികം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിനി ജോളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബിമോൾ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷില്ലി അലക്സ്, ആന്റണി KM, ലതീഷ് കുമാർ, ഡോളീസ് കറിയ, ജോസ് മാമൂട്ടിൽ, ശശികല സുനിൽ, CDS ചെയർപേഴ്സൺ ജയ സത്യൻ, സെക്രട്ടറി ഭാമാദേവി എന്നിവർ സംസാരിച്ചു. ഹരിപ്പാട് വിയപുരം പായിപ്പാട് വിരിപ്പിൽ മേഴ്സി വർഗീസ് നിര്യാതയായി. 64 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓഹരി ഉടമ VJ വർഗീസിന്റെ ഭാര്യയാണ് മേഴ്സി വർഗീസ്. മക്കളായ മഞ്ജു, മെർലിൻ, മേബിൾ, മരുമക്കളായ ടോബി വാവോലിക്കൽ, ജോൺ മനയത്ത് എന്നിവർ UK-യിൽ ജോലി ചെയ്യുകയാണ്. കടപ്ര വേലിക്കകത്ത് കുടുംബാംഗമാണ് പരേത. മേഴ്സി വർഗീസിന്റെ സംസ്കാര കർമ്മങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 28-ന് നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്ന ചുണ്ടൻ വള്ളത്തിന്റെ പേര് പ്രവചിച്ച് സമ്മാനം നേടാം. നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ിലധികം കളിവള്ളങ്ങൾ, ഓരോ ചുണ്ടൻ വള്ളത്തിലും 100-ലധികം തുഴച്ചിലുകാർ. ഓളപ്പരപ്പുകളെ കീറിമുറിച്ചെത്തുന്ന ആവേശം. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും നറുക്കിട്ടാണ് വിജയിയെ തീരുമാനിക്കുന്നത്. വിജയിക്ക് പാലത്ര ഫാഷൻ ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്ന PT ചെറിയൻ സ്മാരക ക്യാഷ് അവാർഡ് 10,001 രൂപ സമ്മാനമായി ലഭിക്കും. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ ഒന്നാമത് ഫിനിഷ് ചെയ്ത് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്ന ചുണ്ടന്റെ പേര്, എൻട്രി അയക്കുന്ന ആളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ എന്നിവ തപാൽ കാർഡിൽ എഴുതി തപാലിലാണ് അയക്കേണ്ടത്. ഒരാൾക്ക് ഒരു വള്ളത്തിന്റെ പേര് മാത്രമേ പ്രവചിക്കാനാകൂ. ഒന്നിലധികം പേരുകൾ അയക്കുന്നവരുടെ എൻട്രികൾ തള്ളിക്കളയും. കാർഡിൽ നെഹ്റു ട്രോഫി പ്രവചന മത്സരം 2024 എന്ന് എഴുതണം. 27-ാം തീയതി വരെ ലഭിക്കുന്ന എൻട്രികളാണ് പരിഗണിക്കുക. കൺവീനർ നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, ആലപ്പുഴ 688-001 എന്ന വിലാസത്തിലാണ് കാർഡുകൾ അയക്കേണ്ടത്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-22-513-49 എന്നതാണ്. ജലോത്സവ പ്രേമികളെ ആവേശത്തിന്റെ നെറുകയിലെത്തിച്ച് തലപിടിച്ചുണ്ടന്റെ പ്രദർശന തുഴച്ചിൽ. നെഹ്റു ട്രോഫി വള്ളംകളി അരങ്ങേറുന്ന പുന്നമടക്കായലിലായിരുന്നു ഈ സാമ്പിൾ പോരാട്ടം. തലവടി UBCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രദർശന തുഴച്ചിൽ പ്രവാസി വ്യവസായി റിജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാപ്റ്റൻ പത്മകുമാർ പുത്തൻപറമ്പിൽ ആദ്യ വിസിൽ അടിച്ചതോടെ പുന്നമടയെ പുളകിതയാക്കി തലവടി ചുണ്ടൻ ഓളപ്പരപ്പുകൾ കീറിമുറിച്ച് മുന്നേറി. പ്രദർശന തുഴച്ചിലിന് തലവടി ചുണ്ടൻ സമിതി സെക്രട്ടറി റിക്സൺ ഉമ്മൻ എടത്തിൽ, വർക്കിംഗ് പ്രസിഡന്റ് ജോമോൻ ചക്കാലയിൽ, ട്രഷറർ അരുൺകുമാർ, വൈസ് പ്രസിഡന്റ് പ്രിൻസ് എബ്രഹാം, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം ജോജി ജെ വയലപ്പള്ളി, ഡോക്ടർ ജോൺസൺ B ഇടുക്കുള, UBC ഭാരവാഹികളായ രക്ഷാധികാരി KA പ്രമോദ്, ക്ലബ് പ്രസിഡന്റ് സായി ജോപ്പൻ ഐസക്, സെക്രട്ടറി സജിമോൻ, ലീഡിംഗ് ക്യാപ്റ്റൻ രാഹുൽ പ്രകാശ്, പരിശീലകൻ സുനിൽ, PM കണ്ണൻ, സെബിൻ മാത്യു, VV വിനോദ് എന്നിവർ നേതൃത്വം നൽകി. അവസാനഘട്ട പരിശീലനത്താണ് UBC. അങ്ങേയറ്റം വിജയപ്രതീക്ഷയാണ് ഈ വർഷമുള്ളത്. ഇനി കളി ദിവസത്തേക്കുള്ള ഈശ്വരാനുഗ്രഹവും അങ്ങേയറ്റത്തെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും തലവടി UBC ഇത്തവണ കപ്പുമായി ഞങ്ങളുടെ കരകളിലെത്തുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്.
തലവടി ചുണ്ടൻ ഓവർസീസ് ഫാൻസ് അസോസിയേഷൻ, തലവടി ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ എന്നിവയുടെ കൂട്ടായ സഹകരണത്തിലാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നതെന്ന് TTBC മീഡിയ വിഭാഗം കൺവീനർമാർ അറിയിച്ചു. 127 അടി നീളവും 52 അങ്കുലം വീതിയും 18 അങ്കുലം ഉൾത്താഴ്ചയും 83 തുഴച്ചിൽക്കാരും 5 പങ്കായക്കാരും 9 നിലക്കാരും ഉൾപ്പെടെ 97 പേർക്ക് കയറുവാൻ സാധിക്കുന്ന തരത്തിലാണ് തലവടി ചുണ്ടന്റെ നിർമ്മാണം. തിലകൻ അനുസ്മരണ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തരിച്ച പ്രശസ്ത നടൻ തിലകന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. മാന്നാർ പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങിന് നാടകകൃത്ത് RP കണ്ണാടിശ്ശേരി ഭദ്രദീപം തെളിയിച്ചു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജിജി പുന്തല തിലകൻ അനുസ്മരണ പ്രഭാഷണവും യോഗമുദ്ഘാടനവും നിർവഹിച്ചു. എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുമായിരുന്നു, മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ തിളങ്ങി നിൽക്കുമ്പോൾ നീ എന്താണ് തിലകന്റെ പുറകെ? എനിക്ക് ചലച്ചിത്രത്തെ പറ്റിയോ അഭിനയത്തെ പറ്റിയോ ഒന്നും വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടല്ല. എന്തോ തിലകനെ എനിക്കിഷ്ടമായിരുന്നു. തിലകന്റെ പടങ്ങൾ ഏതു വന്നാലും അത് കൃത്യമായി പോയി കാണുന്ന ഒരു ശീലം എനിക്കുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, 1991 സെപ്റ്റംബർ മാസം ആര്യങ്കാവിൽ വെച്ച് സിനിമയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. തിലകൻ എന്ന് പറയുന്ന ആ മഹാനടനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങളിലെ നൈസർഗികമായ കലയെ നശിപ്പിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ്. മറ്റാർക്കും അത് നശിപ്പിക്കുവാൻ കഴിയില്ല. നിങ്ങളെ ഭൗതികമായി ആളുകൾക്ക് തകർക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ നിങ്ങളിലെ നൈസർഗികമായ കലയെ തകർക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ചടങ്ങിൽ തിലകൻ അനുസ്മരണ സമിതി ജില്ലാ പ്രസിഡന്റ് AK ബൂസിരി അധ്യക്ഷത വഹിച്ചു. സമിതി സംസ്ഥാന ഭാരവാഹി PB ഹാരിസ് വിഷയാവതരണം നടത്തി. കലാ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന RP കണ്ണാടിശ്ശേരി, അൻഷാദ് മാന്നാർ, KA കരീം, സജി കുട്ടപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സലിം പടിപ്പുരയ്ക്കൽ, അഭിലാഷ് മാന്നാർ, MP സുരേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സലിം പടിപ്പുരയ്ക്കൽ, ഷബീർ അബ്ബാസ്, സുധീർ നാലുകെട്ട്, സുന്ദരേശൻ പിള്ള, അസീസ് പാവുക്കര തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ പരിമല സെന്റ് ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബയുടെ സ്മരണാർത്ഥം അഖില മലങ്കര ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത മത്സരം ഉദ്ഘാടനം ചെയ്തു. സെന്റ് ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് KV പോൾ റംബാൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ലിജിൻ ജോർജ്, സെക്രട്ടറി ജിജോ PT, ഭദ്രാസനം മേഖലാ സെക്രട്ടറി ജോജി ജോർജ് എന്നിവർ സംസാരിച്ചു. ഫാദർ അഖിൽ മാത്യു സാം ക്വിസ് മത്സരം നിയന്ത്രിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7020 രൂപ, പവന് 56,160 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.